ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. കേരളത്തിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഈ വർഷം മുതൽ 3 വർഷത്തെ യു ജി പ്രോഗ്രാമിന് പകരം 4 വർഷത്തെ യു ജി പ്രോഗ്രാം അഥവാ FY UGP 4 ഇയർ യു ജി പ്രോഗ്രാം അവതരിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ വർഷം മുതൽ സാധാരണ പരമ്പരാഗതമായിട്ട് അറിയപ്പെടുന്ന കോർ കോംപ്ലിമെൻ്ററി കോഴ്സുകൾക്ക് പകരം മേജർ അതുപോലെ മൈനർ കോഴ്സുകളായിരിക്കും അറിയപ്പെടുക. ബി എസ് സി സൈക്കോളജി യു ജി പ്രോഗ്രാമായിട്ട് 4 ഇയർ യു ജി പ്രോഗ്രാമിന് സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ ഇൻവിറ്റേഷൻ ടു സൈക്കോളജി എന്ന മേജർ വിത്ത് പ്രാക്ടിക്കൽ കോഴ്സിൻ്റെ സിലബസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ പേര് നിസാർ. ഞാൻ മങ്കട ഗവൺമെൻറ് കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ സൈക്കോളജിയുടെ മേജർ സിലബസാണ്, മേജർ കോഴ്സിൻ്റെ സിലബസാണ്. ഏകദേശം കേരളത്തിൽ മറ്റു യൂണിവേഴ്സിറ്റികളിലും ഏകദേശം ഇതുപോലെയുള്ള ബേസിക് ഫണ്ടമെൻ്റൽസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് സൈക്കോളജിയാണ് അവരും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം സെയിം ആയിരിക്കും, ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത്. ഫസ്റ്റ് സെമസ്റ്റർ മേജർ വിത്ത് പ്രാക്ടിക്കൽ കോഴ്സിൻ്റെ പേര് ഇൻവിറ്റേഷൻ ടു സൈക്കോളജി എന്നുള്ളതാണ്. സാധാരണ പഴയ സിലബസിലൊക്കെ ഫസ്റ്റ് സെമസ്റ്ററിന് പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നില്ല, മേജർ എന്നതിന് പകരം കോർ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ഇപ്പോൾ മേജർ കോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. വിത്ത് പ്രാക്ടിക്കലോട് കൂടിയിട്ടാണ് ഈ വർഷം മുതൽ 4 ഇയർ യു ജി പ്രോഗ്രാമിൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ കോഴ്സ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. സിലബസിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ മൊഡ്യൂളുണ്ട്, അതുപോലെ യൂണിറ്റ് ഉണ്ട്. ഓരോ മൊഡ്യൂളിലും ഡിഫറെൻറ്റ് യൂണിറ്റുകളുണ്ട്. പിന്നെ ആ ചാപ്റ്ററിൻ്റെ നെയിം അല്ലെങ്കിൽ മൊഡ്യൂളിൻ്റെ നെയിം, എന്തൊക്കെ ടോപ്പിക്കുകളാണ് അതിൽ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ എത്ര അവറാണ് ഒരു യൂണിറ്റിന് അലോട്ട് ചെയ്തിട്ടുള്ളത്, മാക്സിമം അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര മാർക്കാണ് ആ യൂണിറ്റിന് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് സൈക്കോളജിയാണ്. അഥവാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BSc സൈക്കോളജി 4 വർഷത്തെ യു ജി പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് തന്നെ സൈക്കോളജിയുടെ ഫണ്ടമെൻ്റൽസ് ആൻഡ് ബേസിക്സ് ആണ്. അഥവാ ഒരു മനഃശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ആ ഒരു വിഷയത്തെക്കുറിച്ചും വിഷയത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനുള്ള കണ്ടന്റുകളാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒന്നാമത്തെ യൂണിറ്റ് പറയുന്നത് തന്നെ വാട്ട് ഈസ് സൈക്കോളജി, എന്താണ് സൈക്കോളജി, അല്ലെങ്കിൽ സൈക്കോളജി ഒന്ന് ഡിഫൈൻ ചെയ്യുക, എങ്ങനെയാണ് ആ ഡെഫിനേഷനിലേക്ക് എത്തിയത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. ഒപ്പം തന്നെ ഇതിന് മാക്സിമം അലോട്ട് ചെയ്യുന്ന അവർ എന്ന് പറയുന്നത് 1 അവറാണ്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് പറയുന്നത് എവല്യൂഷൻ ഓഫ് സൈക്കോളജി ഫിലോസഫിക്കൽ ഒറിജിൻ, അഥവാ സൈക്കോളജി എങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ശാസ്ത്ര ശാഖയായിട്ട് വളർന്നു വന്നിട്ടുള്ളത്, അതിൻ്റെ സൈക്കോളജിയുടെ ഹിസ്റ്ററിയാണ് പരിശോധിക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ടും ഫിലോസഫിക്കൽ ഒറിജിൻ, അതുപോലെ സൈക്കോളജി ഏർലി ഹിസ്റ്ററി, സൈക്കോളജിയുടെ മുൻകാല ചരിത്രം എന്തായിരുന്നു, എങ്ങനെയാണ് സൈക്കോളജി ഇന്ന് കാണുന്ന രീതിയിൽ വളർന്നു വന്നത്. ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ കാര്യം കൂടി പറയും. അപ്പോൾ സൈക്കോളജി മോഡേൺ ഹിസ്റ്ററി എന്താണ്, സൈക്കോളജിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സൈക്കോളജി ഇന്ന് കാണുന്ന രീതിയിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ് യൂണിറ്റ് 2 പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ യൂണിറ്റ് പ്രധാനമായിട്ടും പറയുന്നത് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഓഫ് സൈക്കോളജി, അഥവാ സൈക്കോളജി എന്തിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, സൈക്കോളജി എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, സൈക്കോളജി എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്നൊക്കെ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, സൈക്കോ ഡൈനാമിക്സ് അപ്രോച്ച്. ഇങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്, സൈക്കോളജിയെ കുറിച്ചിട്ടുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് മൂന്നാമത്തെ മൊഡ്യൂൾ പറയുന്നത്, ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഓഫ് സൈക്കോളജി. അതിൽ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ഹ്യൂമനിസം, ഗസ്റ്റാൾട്ട് സൈക്കോളജി, ബയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്, ഇങ്ങനെ എവല്യൂഷണറി പേഴ്സ്പെക്റ്റീവ്, സോഷ്യോ കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ്, ഇങ്ങനെ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്, ഇങ്ങനെ സൈക്കോളജിയെ കുറിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് വ്യൂ പോയിന്റുകൾ. ഇതിൽ പ്രധാനമായിട്ടുള്ള കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പഠിക്കാനുണ്ടാവും. ഈ മേജർ അപ്രോച്ചുകളുടെ അസംഷൻസ് എന്താണ്, അവരുടെ ബേസിക് അസംഷൻസ് എന്നുള്ളതും പഠിക്കാനുണ്ടാവും. യൂണിറ്റ് 4 പറയുന്നത് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി, സ്കോപ്പ് ഓഫ് സൈക്കോളജി. നമുക്കറിയാം സൈക്കോളജി ഒരുപാട് ബ്രാഞ്ചസുകളുണ്ട്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, അബ്നോർമൽ സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി. ഒപ്പം തന്നെ ഇത്രയും ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഒരുപാട് സ്കോപ്പ് ഉണ്ടാവും. നിലവിൽ ഈ മാറിയ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് സൈക്കോളജിയുടെ സ്കോപ്പ്, അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് സൈക്കോളജിക്ക് സൊസൈറ്റിയിലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ
പറ്റുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ മാറിയ സിലബസിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഈ യൂണിറ്റ് 5 എന്ന് പറയുന്നത്. എവല്യൂഷൻ ഓഫ് സൈക്കോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള സൈക്കോളജി, എസ്പെഷ്യലി കൊളോണിയൽ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരിയഡ്, അഥവാ സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും സൈക്കോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ എവല്യൂഷൻസ് ആണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് സൈക്കോളജിക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ 5ാമത്തെ മൊഡ്യൂൾ, ഈ 5 സൈക്കോളജി ഇൻ ഇന്ത്യ എന്നുള്ളത് നമ്മുടെ പഴയ സിലബസിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് സൈക്കോളജി, അതിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണ്, അഥവാ അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അതെങ്ങനെയാണ് ഇന്നത്തെ രീതിയിൽ വളർന്നു വന്നത്, ഡിഫറെൻറ്റ് അപ്രോച്ചസ്, സൈക്കോളജിയെ കുറിച്ചിട്ട് ഡിഫറെൻറ്റ് വ്യൂ പോയിന്റുകൾ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ ബ്രാഞ്ച് ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി, സൈക്കോളജിക്ക് എത്രത്തോളം ബ്രാഞ്ചുകളുണ്ട്, ഒപ്പം തന്നെ എത്രത്തോളം സ്കോപ്പുകൾ സൈക്കോളജിക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എവല്യൂഷൻ ഓഫ് സൈക്കോളജി ഇൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും എന്തൊക്കെ മാറ്റങ്ങളാണ് സൈക്കോളജിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഈ മൊഡ്യൂളിൻ്റെ ഒരു പ്രത്യേകത, ഇത് സൈക്കോളജി എന്താണെന്നുള്ളതും സൈക്കോളജിയുടെ ഡെഫിനേഷനും സൈക്കോളജി എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതും സൈക്കോളജിയുടെ ഒരു ഹിസ്റ്ററിയും സൈക്കോളജിയുടെ സ്കോപ്പൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മൊഡ്യൂൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഏറ്റവും കൂടുതൽ ടീച്ചിങ് അവറുകൾ അല്ലെങ്കിൽ ലെക്ചറിങ് അവറുകൾ ഇതിന് അലോട്ട് ചെയ്തിട്ടുള്ളത് എവല്യൂഷൻ ഓഫ് സൈക്കോളജി, അഥവാ സൈക്കോളജിയുടെ ഹിസ്റ്ററി പഠിക്കാൻ ഏകദേശം 3 അവറുകൾ അത് നീക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചുകൾ, സൈക്കോളജിയുടെ ഡിഫറെൻറ്റ് അപ്രോച്ചുകളും മറ്റൊരു 3 അവറുകളും മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. 2ാമത്തെ മൊഡ്യൂൾ പറയുന്നത് സയൻറ്റിഫിക് മെത്തേഡ്സ് ടു സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. സെക്കൻഡ് മൊഡ്യൂളാണ്. ഇതിൽ പ്രധാനമായിട്ടും 3 യൂണിറ്റുകളാണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി ആസ് എ സയൻസ്. സൈക്കോളജി എന്തുകൊണ്ടാണ് ഒരു ശാസ്ത്രമാവുന്നത്? നമുക്കറിയാം, സൈക്കോളജി നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത് ഇസ് എ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട് സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. എന്തുകൊണ്ടാണ് സൈക്കോളജി ഒരു സയൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ മറ്റു സയൻസ് ബ്രാഞ്ചുകളൊക്കെ നമ്മൾ സയൻസ് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ സയൻസ് എന്ന് വിളിക്കണമെങ്കിൽ ആ ഒരു ശാസ്ത്രത്തിന് ചില പ്രത്യേക ഗുണങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അങ്ങനെ എന്ത് നേച്ചറാണ് സൈക്കോളജിക്ക് ഉള്ളത്, എന്തുകൊണ്ടാണ് സൈക്കോളജി ഒരു സയൻസ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അത് കഴിഞ്ഞ് 7th മൊഡ്യൂൾ പറയുന്നത് ഗോൾസ് ഓഫ് സൈക്കോളജി, സയൻറ്റിഫിക് മെമ്പർ ആൻഡ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. ഈ പറഞ്ഞ പോലെ തന്നെ സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ഗോൾസ് എന്താണെന്നുള്ളതാണ്. സൈക്കോളജി ഇവിടെ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒപ്പം തന്നെ സൈക്കോളജിയുടെ പുറകിലുള്ള സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും നമ്മളിവിടെ പറയുന്നു. 8ാമത്തെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് മെത്തേഡ്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് ആണ്. അഥവാ സൈക്കോളജിക്കൽ റിസർച്ചിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ സൈക്കോളജിയിൽ നമുക്ക് ഒരുപാട് പഠന രീതികളുണ്ട്. ഡിഫറെൻറ്റ് പഠന രീതികൾ അല്ലെങ്കിൽ റിസർച്ച് മെത്തേഡുകൾ അല്ലെങ്കിൽ ഗവേഷണ രീതികളെ കുറിച്ചാണ് 8ാമത്തെ യൂണിറ്റ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ്. കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളത്. അതിൽ 2-3 ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻസ് പറയുന്നുണ്ട്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇൻ്റർവ്യൂ മെത്തേഡ്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബൈ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ നേരിട്ട് നമ്മൾ സംസാരിച്ച് വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന രീതിയാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. അതുതന്നെ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ മെത്തേഡ്, സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ മെത്തേഡ്, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ മെത്തേഡ്, ഇങ്ങനെ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ മെത്തേഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സർവേ മെത്തേഡ് പറയുന്നുണ്ട്, കേസ് സ്റ്റഡി മെത്തേഡ് പറയുന്നുണ്ട്, ക്വസ്റ്റ്യനെയർ മെത്തേഡ് പറയുന്നുണ്ട്, കോറിലേഷൻ മെത്തേഡും എക്സ്പെരിമെൻ്റൽ മെത്തേഡും പറയുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് സൈക്കോളജിക്കൽ റിസർച്ച് മെത്തേഡ്സിനെ കുറിച്ച് പറയുന്ന ഒരു യൂണിറ്റാണ് 8ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ലെക്ചറിങ് അവറായിട്ട് പറയുന്നത് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി. ഏകദേശം 6 അവറോളം ഇതിൽ ലെക്ചറിങ് അവർ പറയുന്നുണ്ട്. ഏകദേശം 15 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് സെക്കൻഡ് മൊഡ്യൂൾ. ഓക്കെ, ഈ ഒരു പുതിയൊരു സിലബസിൻ്റെ പ്രത്യേകത തന്നെ മൊഡ്യൂളും യൂണിറ്റും സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ മൊഡ്യൂളിലും എത്രത്തോളം ആ ഒരു കോഴ്സിൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഈ ലെക്ചറിങ് അവർ നമ്മൾ നോക്കുന്നത്. ഒപ്പം തന്നെ അതിലുള്ള മാർക്കും. ഫസ്റ്റ് മൊഡ്യൂളിൽ ഏകദേശം 70 മാർക്കിൽ 15 മാർക്കാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് കാണേണ്ടത്. ഒപ്പം തന്നെ അതിന് എത്രത്തോളം ടീച്ചിങ് അവർ ഇവിടെ അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ചാപ്റ്ററും. തേർഡ് മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ കുറേ കൂടി സൈക്കോളജിയുടെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് 3ഉം 4ഉം മൊഡ്യൂളുകൾ. അതിൽ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അറ്റൻഷൻ ആൻഡ് പെർസെപ്ഷൻ എന്നുള്ളതാണ്. അറ്റൻഷൻ ആൻഡ് പെർസെപ്ഷൻ നമ്മുടെ കഴിഞ്ഞ സിലബസുകളിലും അല്ലെങ്കിൽ മറ്റ് സിലബസുകളിലൊക്കെ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സിലബസിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണിത്. ഇതിൽ 9ാമത്തെ യൂണിറ്റ് അറ്റൻഷൻ ആണ്.
അതിൽ പ്രധാനമായിട്ടും ടൈപ്സ് ഓഫ് അറ്റൻഷൻ, ഫങ്ഷൻ ഓഫ് അറ്റൻഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റൻഷൻ, ഇങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പറയുന്നുണ്ട്. അറ്റൻഷൻ എന്ന് പറയുന്നത് സാധാരണ നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് കോൺഷ്യസ്നെസ് ആണ്. നമ്മൾ നമ്മുടെ ബോധത്തെ ഏതെങ്കിലും ഒരു വസ്തുവിലോ ഒരു ഒബ്ജക്റ്റിലോ നമ്മൾ ഫോക്കസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് സാധാരണ നമ്മൾ അറ്റൻഷൻ എന്ന് പറയുക. ഒപ്പം തന്നെ നമ്മൾ ഇറലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത മറ്റു ഒബ്ജക്റ്റിനെ, മറ്റു വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യുകയും ചെയ്യും അല്ലേ. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് അറ്റൻഷൻ എന്ന് പറയാം. ഏതൊക്കെ ടൈപ്പ് ഓഫ് അറ്റൻഷൻസ് ഉണ്ട്, അപ്പം തന്നെ ആ അറ്റൻഷൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതുപോലെ എന്തൊക്കെ ഫാക്ടേഴ്സ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മുടെ ഈ അറ്റൻഷണൽ പ്രോസസ്സിന്, അതൊരു ബേസിക് മെൻ്റൽ പ്രോസസ്സാണ്. നമ്മളൊരു കാര്യം അറ്റൻഡ് ചെയ്യുക, ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അതിന് എന്തൊക്കെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് അതിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് യൂണിറ്റ് ആയിട്ട് പറയുന്നത് ഫിനോമിന അസോസിയേറ്റഡ് വിത്ത് അറ്റൻഷൻ. അറ്റൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരുപാട് ഫിനോമിനകളുണ്ട്. സ്പാൻ ഓഫ് അറ്റൻഷൻ, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ, ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ, സെറ്റ് ഇൻ അറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഫിനോമിനകളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം ഡിവിഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ അറ്റൻഷണൽ മെൻ്റൽ പ്രോസസ്സിനെ നമുക്ക് ചില സമയങ്ങളിൽ ഒന്നിലധികം ആക്ടിവിറ്റീസിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കുന്നത്, അതൊരു ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. നമ്മൾ അറ്റൻഷൻ എന്നുള്ള മെൻ്റൽ പ്രോസസ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും പേപ്പറിൽ എഴുതുന്നതൊക്കെ, ഇങ്ങനെയുള്ള നമ്മുടെ മെൻ്റൽ എബിലിറ്റീസിനെ അല്ലെങ്കിൽ അറ്റൻഷൻ എന്നുള്ള മെൻ്റൽ എബിലിറ്റീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. ഇങ്ങനെ എന്താണ് ഡിഫറെൻറ്റ് ഫിനോമിനകൾ എന്താണെന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സെലക്റ്റീവ് അറ്റൻഷൻ, സസ്റ്റെയിൻഡ് അറ്റൻഷൻ, രണ്ട് പ്രധാനപ്പെട്ട അറ്റൻഷണൽ പ്രോസസ്സാണ് സെലക്റ്റീവ് അറ്റൻഷനും സസ്റ്റെയിൻഡ് അറ്റൻഷനും. അതിൻ്റെ ഡിഫറെൻറ്റ് എക്സ്പ്ലനേഷൻസും ഈ ഒരു തിയറി ആൻഡ് എക്സ്പ്ലനേഷൻസും പറയുന്നുണ്ട്. സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള വസ്തുക്കൾ ഇഗ്നോർ ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക. സസ്റ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ അതിനെ കൂടുതൽ നിലനിൽക്കുക, നമ്മൾ കൂടുതൽ സമയം അതിൽ സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്ന് പറയാം. വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് മനസ്സിലാക്കുന്നതിനേക്കാൾ സസ്റ്റെയിൻഡ് അറ്റൻഷൻ വേണ്ടി വരിക നമുക്ക് വാഹനം ഓടിക്കുമ്പോഴായിരിക്കും അല്ലേ. മറ്റൊരു ഇനീഷ്യൽ പ്രോസസ്സാണ്. സസ്റ്റെയിൻഡ് അറ്റൻഷൻ ആണ് കൂടുതൽ അറ്റൻഷണൽ പ്രോസസ്സ് കൂടുതൽ സമയം നിലനിൽക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ തിയറീസ്, ഡിഫറെൻറ്റ് എക്സ്പ്ലനേഷൻസ് ആണ് തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സെലക്റ്റീവ് അറ്റൻഷൻ നമുക്ക് സാധ്യമാവുന്നത്, അതിൻ്റെ ഔട്ട്ലൈൻ പ്രോസസ്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇന്നർ ആൻഡ് ഔട്ട്ലൈൻ പ്രോസസ്സ് എന്താണെന്നുള്ളതൊക്കെ പരിശോധിക്കുന്നത് ഇത്തരം തിയറീസിലൂടെയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ 12ാമത്തെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്നുള്ളതാണ്. സെൻസേഷൻ നമുക്കറിയാം, സെൻസറീസ് ഓർഗൻസിലൂടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസിനെ നമ്മൾ സ്വീകരിക്കുന്നതിനെയാണ് സെൻസേഷൻ എന്ന് പറയുക. അതുപോലെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഈ സ്വീകരിച്ച ഇൻഫർമേഷനെ നമ്മൾ മീനിങ് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ് പെർസെപ്ഷൻ എന്ന് പറയുക. ഇങ്ങനെ സെൻസേഷനും പെർസെപ്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്കുകളോ അല്ലെങ്കിൽ അതിൽ വരുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ മൊഡ്യൂളിൽ വരുന്നത്. അതുപോലെ തന്നെ ഫോം പെർസെപ്ഷൻ, നമ്മൾ ഒരു വസ്തുവിൻ്റെ ഔട്ട്ലുക്ക്, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിഫറെൻറ്റ് ഫിനോമിനകൾ, പെർസെപ്ച്വൽ സെറ്റ്, അതുപോലെ ഫീച്ചർ അനാലിസിസ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് പെർസെപ്ച്വൽ പ്രോസസ്സുകളായ ബോട്ടം അപ്പ് പ്രോസസ്സിങ്ങും ടോപ്പ് ഡൗൺ പ്രോസസ്സിങ്ങും പെർസെപ്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ്സിങ്ങുകളാണ്. അതുപോലെ തന്നെ ഡെപ്ത് പെർസെപ്ഷൻ, ഒരു വസ്തുവിൻ്റെ ഡെപ്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, എന്തൊക്കെ ഹിൻസുകളാണ് നമ്മൾ ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ലോസുകൾ ഒരുപാട്, ഗസ്റ്റാൾട്ട് ലോസുകൾ. ഗസ്റ്റാൾട്ട് ലോസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൽ ഫിഗർ ഗ്രൗണ്ട് പെർസെപ്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഗസ്റ്റാൾട്ട് ലോകളുണ്ട്, ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നതിലുള്ള ഒരുപാട് കോൺഫിഗറേഷൻസ് ഉണ്ട്. അത്തരം തിയറീസൊക്കെ പറയുന്നതാണ് ഈ ഒരു മൊഡ്യൂൾ. അതുപോലെ 16ാമത്തെ മൊഡ്യൂൾ പെർസെപ്ച്വൽ കോൺസ്റ്റൻസിയാണ്. അപ്പോൾ ചില സ്റ്റിമുലസ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും, നമുക്ക് കിട്ടുന്ന സെൻസറി ഇൻഫർമേഷൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും പെർസെപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ ചേഞ്ച് ഉണ്ടാവില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതിൽ തന്നെ സൈസ് കോൺസ്റ്റൻസി, അതുപോലെ ഷേപ്പ് കോൺസ്റ്റൻസി, അതുപോലെ ബ്രൈറ്റ്നസ് കോൺസ്റ്റൻസി, ഇങ്ങനെയുള്ള കോൺസ്റ്റൻസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്വൽ ഇല്യൂഷൻ എന്താണെന്ന് പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് ഇല്യൂഷൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു മൊഡ്യൂൾ വരുന്നത് എന്നുള്ളതാണ്. വലിയൊരു മൊഡ്യൂളാണ്, അത്യാവശ്യം കുറേ പഠിക്കാനുള്ള ഒരു മൊഡ്യൂളാണ്. ഏകദേശം 15 ലെക്ചറിങ് അവറാണ് ഇതിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 25 മാർക്കോളം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അടുത്തത് കോൺഷ്യസ്നെസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മൊഡ്യൂളാണ് കോൺഷ്യസ്നെസ്. ഇത് 4th മൊഡ്യൂളാണ്. 4th മൊഡ്യൂളിൽ പ്രധാനമായിട്ടും വരുന്നത്
നേച്ചർ ഓഫ് കോൺഷ്യസ്നെസ്. എന്താണ് കോൺഷ്യസ്നെസ്? നമുക്കറിയാം കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അല്ലേ? നമ്മൾ ഉറങ്ങുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്, അലേർട്ട് ആവുന്നുണ്ട്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് മൈൻഡിൻ്റെ അവസ്ഥകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് ഈ ഒരു മൊഡ്യൂളാണ്. ബയോളജിക്കൽ റിതം, എസ്പെഷ്യലി സർക്കാഡിയൻ റിതം, ബോഡിയിൽ നമ്മൾ ഉറക്കവും അതുപോലെ മറ്റു ബയോളജിക്കൽ ആയിട്ടുള്ള സൈക്ലിംഗ് പ്രോസസ്സുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ഈ ഒരു മൊഡ്യൂളാണ്. ഒപ്പം തന്നെ സ്ലീപ്പ് ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്, ഒരു ആൾട്ടർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അപ്പോൾ ഇങ്ങനെ ആൾട്ടർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്, സ്ലീപ്പിനെ കുറിച്ച്, ഓരോ സ്റ്റേജ് ഓഫ് സ്ലീപ്പിലും സംഭവിക്കുന്ന ഫിനോമിനകൾ അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ബോഡിയിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്, റം സ്ലീപ്പ് എന്ന് പറയും. ഈ റം സ്ലീപ്പിനെ കുറിച്ച്, ഫങ്ഷൻസ് ഓഫ് റം സ്ലീപ്പ്, ഫങ്ഷൻസ് ഓഫ് സ്ലീപ്പ്, സ്ലീപ്പിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മറ്റൊരു ആൾട്ടർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് ഡ്രീം, സ്വപ്നം എന്നുള്ളത്. സ്വപ്നത്തെക്കുറിച്ച്, സ്വപ്നത്തിൻ്റെ ഡിഫറെൻറ്റ് എക്സ്പ്ലനേഷൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ ഹിപ്നോസിസ് എന്നുള്ളത് മറ്റൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അപ്പോൾ ഇങ്ങനെ ഹിപ്നോസിസ് എന്ന സ്റ്റേറ്റിനെ കുറിച്ച്, മെഡിറ്റേഷൻ എന്നുള്ളത് മറ്റൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, അതിനെക്കുറിച്ച് പഠിക്കും. അതുപോലെ തന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമുക്കറിയാം സ്ലീപ്പ്, ഡ്രീം എന്നൊക്കെ പറയുന്നത് നാച്ചുറലി ഒക്കേറിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സുകളാണ്. ഇതൊന്നും അല്ലാതെ നമ്മൾ ആൾട്ടർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, അഥവാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ഡ്രഗ് ഇൻഡ്യൂസ് ആയിട്ടുള്ള ആൾട്ടർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സുകൾ ഉണ്ട്. അഥവാ നമ്മൾ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സുകൾ, ഇപ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റു സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സുകൾ LSD, MDMA പോലെയുള്ള ഡ്രഗുകൾ യൂസ് ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ കോൺഷ്യസ്നെസ്, ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സാധാരണ നമ്മുടെ ആൾട്ടർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും പഠിക്കുന്ന യൂണിറ്റാണ് ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, ഈ 4ാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും പ്രധാനമായിട്ടും 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 5ാമത്തെ മൊഡ്യൂളായിട്ട് പറയുന്നത് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് പ്രാക്ടിക്കൽസ് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും 3 യൂണിറ്റുകളാണുള്ളത്. 1ാമത്തെ യൂണിറ്റ് എക്സ്പെരിമെൻസുകളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഈ റിസർച്ച് മെത്തേഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എങ്ങനെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ സാധ്യമാവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിവിടെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു അസൈൻമെൻറ്റും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും എന്തൊക്കെ മൊഡ്യൂളുകളാണ് വരുന്നതെന്ന് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും എന്തൊക്കെ യൂണിറ്റുകളാണ് വരുന്നത് നോക്കാം. ആദ്യം എക്സ്പെരിമെൻസുകളാണ്. ഇതിൽ ഏകദേശം 8 എക്സ്പെരിമെൻറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യത്തെ 4 മൊഡ്യൂൾ, ആ 4 മൊഡ്യൂളും നമുക്കറിയാം തിയറി പേപ്പറുകളാണ്. ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട്, എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി ഇത് അപ്ലൈ ചെയ്യാം, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയും. നമ്മൾ ചെയ്ത് എങ്ങനെ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റേതൊക്കെ നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടൊക്കെ മനസ്സിലാക്കുന്നതാണ്. ഇത് നമ്മൾ ചെയ്ത് മനസ്സിലാക്കുന്നതാണ്. ആദ്യം പഠിച്ചിട്ടുള്ള 4 മൊഡ്യൂളിൻ്റെയും കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കുന്ന രീതിയാണ് 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിൽ നമുക്കറിയാം, നമ്മൾ അറ്റൻഷനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു. സ്പാൻ ഓഫ് അറ്റൻഷൻ, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ, ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ. ഇതിൻ്റെയൊക്കെ തന്നെ എക്സ്പെരിമെൻറ്റുകൾ നിങ്ങളുടെ കോളേജിൽ ലാബിലെ സഹായത്തോടു കൂടി നിങ്ങൾ സബ്ജക്റ്റിൽ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാര്യം റിപ്പോർട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് പ്രാക്ടിക്കലിൽ വരുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും 8 പ്രാക്ടിക്കൽസ് തരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും 4 നിർബന്ധമായിട്ടും ഒരു സ്റ്റുഡൻറ്റ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിലൊന്ന് സ്പാൻ ഓഫ് അറ്റൻഷൻ ഉണ്ട്, ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷനെ കുറിച്ച് ഒരു എക്സ്പെരിമെൻ്റ് വരും, അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് അറ്റൻഷൻ, സെറ്റ് ഇൻ അറ്റൻഷൻ, അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇല്യൂഷൻസിനെ കുറിച്ച് പറയും. അതുപോലെ തന്നെ ഇല്യൂഷൻസിനെ കുറിച്ച് വേറൊരു മുള്ളർ ലെയറും അതുപോലെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് ഇല്യൂഷൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡെപ്ത് പെർസെപ്ഷനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റും, അതുപോലെ തന്നെ മെഡിറ്റേഷൻ, നമ്മൾ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ പറഞ്ഞപ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് മെഡിറ്റേഷൻ ഉള്ള സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. ഇതിൽ ആ സമയത്ത് ബോഡിയിൽ നമ്മൾ സാധാരണ സ്ലീപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ ഡ്രീം ഉള്ള സമയത്ത്, മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള സമയത്തൊക്കെ ബോഡിയിൽ ഒരുപാട് സൈക്കോളജിക്കൽ ആയിട്ടുള്ളതും ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കും അല്ലേ? നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചേഞ്ച് ചെയ്യും, അതായത് നമുക്ക് ഫീലിംഗ് ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ളത് മാറും. അപ്പോൾ തന്നെ ബോഡിയിൽ ഒരുപാട് ബയോളജിക്കൽ ചേഞ്ചസും സംഭവിക്കും. രണ്ടിനെയും റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് മെഡിറ്റേഷൻ എന്നുള്ള ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുൻപ്, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചെയ്തതിന് ശേഷം ഉള്ള നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള നമ്മുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് മുൻപ് റിപ്പോർട്ട് ചെയ്യും. ഒപ്പം തന്നെ ബയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ്, നമ്മുടെ BP, ഹാർട്ട് ബീറ്റ്,
ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിന് മുൻപും ചെയ്യുന്നതിന് സമയത്തും ഡ്യൂറിങ് എക്സ്പെരിമെൻറ്റും ആഫ്റ്റർ എക്സ്പെരിമെൻറ്റും എന്താണ് നമുക്ക് തോന്നിയത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായത് എന്നുള്ളത്, ഇത് ചെയ്യുന്ന എക്സ്പെരിമെൻ്റാണ് മെഡിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സർവേ കണ്ടക്ട് ചെയ്യാനാണ് രാഹുൽ പറയുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് നമ്മൾ പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സർവേ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മെത്തേഡ്സ് ഇൻ സൈക്കോളജി പ്രാക്ടിക്കലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റാണിത്. പിന്നെ മറ്റൊരു യൂണിറ്റാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഈ അസൈൻമെൻറ്റ് വർക്കിൽ പ്രധാനമായിട്ടും പ്രോമിനൻ്റ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുമ്പോൾ അതിൽ ഒരുപാട് സൈക്കോളജിസ്റ്റുകളെ കുറിച്ച് പഠിക്കും. ഡിഫറെൻറ്റ് അപ്രോച്ചസുകൾ, ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവുകൾ, ഡിഫറെൻറ്റ് വ്യൂ പോയിന്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാരെ കുറിച്ച്, സൈക്കോളജി ഇന്ന രീതിയിൽ വളർന്നു വരാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേഴ്സണാലിറ്റീസുകളുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡും വില്യം വൂഡ് പോലെയുള്ള ഒരുപാട് പേഴ്സണാലിറ്റീസുകളുണ്ട്. ഇങ്ങനെ മേജർ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെ കുറിച്ച് ഒരു റിപ്പോർട്ട് ചെയ്യാനാണ് മൂന്നാമത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടും അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. 4 മൊഡ്യൂൾ തിയറീസ് ആണ്. അഞ്ചാമത്തെ മൊഡ്യൂൾ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇനി ചില കാര്യങ്ങൾ കൂടി ഉള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത, അഞ്ചാമത്തെ മൊഡ്യൂൾ നമുക്കറിയാം പ്രാക്ടിക്കൽസും എക്സ്പെരിമെൻറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റുഡൻസിന് ഇതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കില്ല് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു പ്രത്യേകത, ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിന് ഒരിക്കലും തന്നെ യൂണിവേഴ്സിറ്റി എക്സ്റ്റേണൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഇല്ല എന്നുള്ളതാണ്. സാധാരണ കോളേജിൽ നടത്തുന്ന ഇന്റേണൽ എക്സാമിനേഷൻ്റെ ഫലമായിട്ടായിരിക്കും ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ 4 മൊഡ്യൂൾസിനായിരിക്കും യൂണിവേഴ്സിറ്റി എക്സ്റ്റേണൽ എക്സാമിനേഷൻ വരുന്നത് എന്നുള്ളതാണ്. ഈ എക്സ്റ്റേണൽ എക്സാമിനേഷൻ ആദ്യത്തെ 4 മൊഡ്യൂളിന് 70 മാർക്കിൻ്റെ എക്സ്റ്റേണൽ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി പ്രധാനമായിട്ടുള്ള ബുക്സ് ആൻഡ് റെഫറൻസുകളാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. ഡിഗ്രി പ്രോഗ്രാം അല്ലെങ്കിൽ UG പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ് അല്ലേ. ഒരിക്കലും തന്നെ നമ്മൾ സ്കൂളിൽ പഠിച്ചു വന്ന രീതി, ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, ആ ടെക്സ്റ്റ് ബുക്കിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പഠന രീതിയായിരിക്കും. പക്ഷേ ഹയർ എഡ്യൂക്കേഷനിൽ ഒരിക്കലും തന്നെ ഒരു ബുക്കിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠന രീതിയല്ല. നമുക്ക് ഒരുപാട് റെഫറൻസ് ബുക്കുകൾ യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റെഫറൻസ് ബുക്കുകളിൽ നമ്മൾ റെഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ടോപ്പിക്കുകൾ പരിശോധിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് റെഫറൻസ് ബുക്കുകൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ഒപ്പം തന്നെ സൈക്കോളജി ആൻഡ് ലൈഫ് എന്ന് പറയുന്ന മറ്റൊരു റെഫറൻസ് ബുക്ക് യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രോസിന്റെ സൈക്കോളജി ദ സയൻസ് ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്ന മറ്റൊരു ബുക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹുസൈൻ എക്സ്പെരിമെന്റ് ഇൻ സൈക്കോളജി, പ്രധാനമായിട്ടും നമ്മൾ എക്സ്പെരിമെന്റ് 5th മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഈ ഒരു ബുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ മിശ്രയുടെ സൈക്കോളജി ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്ന സൈക്കോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആകും. അതുപോലെ തന്നെ മൊഹസിൻ എക്സ്പെരിമെന്റ്സ് ഇൻ സൈക്കോളജി, ഇത് ഈ പറഞ്ഞ പോലെ 5th മൊഡ്യൂളിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ സൈക്കോളജി ദ സയൻസ് ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ, ഇതൊരു ജനറൽ സൈക്കോളജിയുടെ ബുക്കാണ്, ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. സ്റ്റേൺബർഗിന്റെ കോഗ്നിറ്റീവ് സൈക്കോളജി, ഇത് അറ്റൻഷൻ പെർസെപ്ഷൻ മൊഡ്യൂളിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ബുക്കാണ്. അതുപോലെ തന്നെ വെയ്റ്റൻ സൈക്കോളജി തീംസ് ആൻഡ് വേരിയേഷൻ, വളരെ നല്ലൊരു ബുക്കാണ്. ഏകദേശം ജനറൽ സൈക്കോളജിയുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുന്ന ബുക്കുകൾ. നിങ്ങൾക്ക് ഇത് മാത്രമല്ലാതെ ജനറൽ സൈക്കോളജിയുടെ മറ്റു റെഫറൻസ് ബുക്കുകളും തീർച്ചയായിട്ടും നോക്കാൻ മതി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മിശ്രയുടെ സൈക്കോളജി ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്നുള്ള ബുക്ക്. അതുപോലെ തന്നെ ഹിൽഗാർഡിന്റെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്നുള്ള ബുക്ക്. ഇങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട്. ഈ ബുക്കിന്റെ ഒക്കെ തന്നെ സോഫ്റ്റ് കോപ്പി തീർച്ചയായിട്ടും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഇൻവിറ്റേഷൻ ടു സൈക്കോളജി മേജർ വിത്ത് പ്രാക്ടിക്കൽ എന്ന കോഴ്സിന്റെ പ്രധാനപ്പെട്ട മൊഡ്യൂളുകൾ ഏതൊക്കെയാണ്, അതിലെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇതിൽ വരുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്